ഇസ്രായേൽ ബന്ദികളെയും പലസ്തീൻ തടവുകാരെയും കുറച്ച് സമയത്തിനുള്ളിൽ വിട്ടയക്കും. ഈജിപ്തിലെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനും ഇസ്രായേൽ പാർലമെന്റ് അഭിസംബോധന ചെയ്യുവാനുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെൽ എത്തുന്നു. അങ്ങനെ വാർത്താ സംഭവ പരമ്പരകൾ ഉണ്ടാകാൻ പോകുന്നു. അപ്പോൾ കുറേ കാലമായി തടവിൽ കിടക്കുന്ന പലസ്തീൻ തടവുകാർക്കും അതുപോലെ ഹമാസിൻ്റെ ഇതിലുള്ള ഇസ്രായേൽ തടവുകാർക്കൊക്കെ മോചനം വരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഓക്കെ, അപ്പോൾ ജെയിംസ് യുദ്ധക്കൊതിയനാണെന്നൊരു തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അത് മാറട്ടെ. കാര്യം ഒട്ടുമില്ല, കുറച്ചു പേർക്കുണ്ട്, അതിൽ കഥയൊന്നുമില്ല എസ്കേൻ. കാരണം നമ്മൾ യുദ്ധം നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലത്തോട് നമ്മൾ പ്രതികരിക്കണം. നമ്മൾ കൃത്യമായി അതിൽ സ്റ്റാൻഡ് എടുത്ത് അവിടെ പീഡിതരും കൊല്ലപ്പെട്ടവരും കുഞ്ഞുങ്ങളുമായിട്ടുള്ളവർക്ക് വേണ്ടി നിലപാടെടുത്തിട്ടുണ്ട്. അത് കാലം രേഖപ്പെടുത്തും. കന്നഡയ്ക്ക് പവർ കുറവുണ്ടോ? ഇല്ലില്ല, നല്ല പവറുണ്ട്. കുറച്ചൊരു കന്നഡ ഒന്ന് മാറ്റാൻ സമയമായി തോന്നുന്നു. ഇല്ലില്ല, നല്ല കന്നഡയാ. അത്യാവശ്യം ഒരു ആശ്വാസം പകരുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 വർഷമായി ഹമാസിന്റെ കസ്റ്റഡിയിലായിരുന്ന 48 പേർ, അവരെ ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ 20 പേരാണ് ജീവനോടെ ഇസ്രായേലിൽ എത്തുന്നത്. 28 പേർ ഇതിനിടയിൽ തന്നെ കൊല്ലപ്പെട്ടു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാവാം, അല്ലെങ്കിൽ ഹമാസിൻ്റെ കയ്യിൽ വെച്ച് പീഡനത്തിൽ കൊല്ലപ്പെട്ടതാവാം. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത്. അതേ ചൊല്ലിയുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ വിട്ടയക്കപ്പെട്ട 200ഓളം പേര്, അതിൽ കുറേ പേരും ഇതുപോലെ മരണമടഞ്ഞാണ്, അവരുടെ മൃതശരീരമാണ് ഇസ്രായേലിൽ എത്തിയത്. അതിലൊരു പറഞ്ഞത്, ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലായിരുന്നു. കൊല്ലാനാണോ തിന്നാനാണോ? അത് കഴിഞ്ഞ് പല ഇതിലൂടെ കടന്നു കഴിഞ്ഞാണ് റെഡ് ക്രോസിനെ ഏൽപ്പിക്കുന്നു, പിന്നീട് വാഹനത്തിൽ കയറ്റുന്നു. എത്തുമ്പോഴാണ് ഞങ്ങൾ ഫ്രീ ആയി എന്ന് അറിയുന്നത്. ഈ വരുന്നവർക്ക് ഒരു പക്ഷേ ഇവരെ ടണലിലാണ് താമസിപ്പിക്കുന്നത്, ലൈറ്റ് കണ്ടിട്ട് അല്ലെങ്കിൽ വെളിച്ചം കണ്ടിട്ട് കുറേ കാലമായി. അതുപോലെയുള്ള ഒരുപാട് ട്രോമകൾ, അവർക്ക് മാനസിക പ്രശ്നങ്ങൾ, ഇവർ ഒരുപാട് ചികിത്സ, ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ചികിത്സ വേണ്ടവരായിരിക്കും വരിക. പ്രത്യേകിച്ച് ഏറ്റവും അവസാനം വിടുന്നത് ഇസ്രായേലി ബന്ദികളായി പോയ അല്ലെങ്കിൽ ബന്ദികളാക്കപ്പെട്ട സോൾജേഴ്സിനെയാണ്, സൈനികരെയാണ്. അവരെ ഒരുപാട് പീഡിപ്പിച്ചതായി പറയുന്നു. അപ്പോൾ അവരാണ് ആദ്യം എത്താൻ പോകുന്നത്. ഗസയിലെ നിന്ന് ഇസ്രായേലിലേക്ക് കൈമാറും, കുടുംബാംഗങ്ങളെ കയ്യിലേക്ക് എത്തും. എന്തായാലും ഇവരെ കാണാൻ വേണ്ടി കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു 4-5 മണിക്കൂർ മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഏതാണ്ട് 11 മണി കഴിയുമ്പോൾ, ഇന്ന് ഇന്ത്യൻ സമയം 11 മണി കഴിയുമ്പോൾ 11:50 പറയുന്നു അദ്ദേഹം എത്തും. ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ എയർഫോഴ്സ് 1-ൽ വന്നിറങ്ങും. അതിനുശേഷം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണും, ഇസ്രായേലി പാർലമെൻറ്റിൽ സംസാരിക്കും. അതിനിടയിലാണ് ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണുന്നത്. കാരണം ഇവരെ വിട്ടയച്ചത് താനാണ് എന്ന് ഒരു സ്റ്റാമ്പ് ചെയ്യുക. അദ്ദേഹം പണ്ടുകാലം മുതലേ ഷോമാനാണ്, അമേരിക്കൻ ടിവിയിലെ പ്രശസ്തനായ അവതാരകനായിരുന്നു. അതുകൊണ്ട് ട്രംപിന് എല്ലാവർക്കും തൻ്റെ ഒരു സീല് വേണമെന്ന് നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ടാണ് ട്രംപ് നേരിട്ട് തന്നെ വരുന്നത്. അപ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഇസ്രായേലി പ്രധാനമന്ത്രിയെ കാണുക, ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെ കാണുക. അതിനുശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഉറപ്പ്, അദ്ദേഹം വിമാനത്തിലിരുന്ന് പറഞ്ഞു യുദ്ധം തീരും എന്ന്. മാത്രമല്ല, ബന്ദികളെ വിട്ടയക്കുന്നതിന് മുമ്പ് തന്നെ ബന്ദികളെയും കുടുംബാംഗങ്ങളെയും കാണാൻ വേണ്ടി അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ട്രംപ് വളരെ നാടകീയമായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിറങ്ങും എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് ഒരു 3.5 മണിക്കൂർ അദ്ദേഹം ഇസ്രായേലിലുണ്ടാവും. അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പറക്കും. ഈജിപ്തിലാണ് 20 രാഷ്ട്രങ്ങളുടെ തലവന്മാർ പങ്കെടുക്കുന്നതിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ട്രംപ് പങ്കെടുക്കാൻ പോകുന്നത്. അത് 4:30 മണിക്ക് ശേഷമായിരിക്കും, ഉച്ച കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ സമയം 4:30 മണിക്ക്. അപ്പോൾ അതിൽ രാഷ്ട്രത്തലവന്മാരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നില്ല. പകരം ഇന്ത്യയുടെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് ആണ് പങ്കെടുക്കുന്നത്. മറ്റ് പല രാജ്യങ്ങളുടെയും, പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാർമർ, സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ്, അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി തുടങ്ങി കനേഡിയൻ പ്രധാനമന്ത്രി മൈക്ക് കാർണി, ഇങ്ങനെ അടക്കമുള്ള നിരവധി യൂറോപ്യൻ നേതാക്കൾ, അറബ് നേതാക്കൾ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൽസിസി ട്രംപിൻ്റെ കൂടെ ഒപ്പം അധ്യക്ഷം വഹിക്കും. അവിടെയാണ് നടക്കുന്നത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ്, ഖത്തറിൻ്റെ പ്രധാനമന്ത്രി അമീർ അൽത്താനി ഷെയ്ഖ്, അതുപോലെ തന്നെ UAEയുടെയും സൗദി അറേബ്യയുടെയും ഒക്കെ രാഷ്ട്രത്തലവന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട്, ഉറപ്പില്ല. ഇറാൻ പ്രധാനമന്ത്രി ഇറാൻ്റെ പ്രസിഡന്റ് പെഷഷ്കിയാനോ
മറ്റുള്ളവർ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ളൊരു വലിയ ഉച്ചകോടിയാണ് നടക്കുന്നത്. ഗസയുടെ ഭാവി സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാവും. അതിനിടയിൽ എസ്കെൻ വലിയൊരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഗസയിൽ ആഭ്യന്തര സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് തങ്ങളെ ഒറ്റിക്കൊടുത്ത് എതിരാളികളെ മുഴുവൻ അടിച്ചൊതുക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. 30 പേരെ തട്ടിക്കൊണ്ടുപോയി അവിടുത്തെ പ്രധാനപ്പെട്ട ഗ്യാങ്ങുകളിലെ തിരിച്ച് അവിടുത്തെ സേനാധിപന്റെ മകനെ കൊലപ്പെടുത്തി ഈ ഹമാസിനെതിരെയുള്ള സംഘങ്ങൾ അവിടെ. അതുപോലെ തന്നെ 6000 ട്രക്കുകളിലായിട്ട് ഭക്ഷണം ഗസയിൽ എത്തുന്നു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ കൂടി ഇതോടൊപ്പം വരുന്നുണ്ട്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.